ദില്ലി രോഹിണിയിലെ സെക്ടർ 26-ൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ 4 പേർക്ക് ദാരുണാന്ത്യം. നിർമ്മാണത്തിലിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു തൊഴിലാളിയെ ജീവനോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നുബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നുബിൾ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഒരു തൊഴിലാളിയെ ജീവനോടെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ടോ? സ്മൃതി, ഇന്നലെയായിരുന്നു ശക്തമായ മഴയ്ക്കിടെ ഈ രോഹിണിയിൽ ഇത്തരത്തിൽ പഴയൊരു കെട്ടിടം പുനർനിർമ്മിക്കുന്നതിനിടെ തകർന്നു വീണ സാഹചര്യം ഉണ്ടായത്. അതിനു പിന്നാലെ ആ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ്. ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ മൊത്തം 4 മരണങ്ങൾ ഇതിൽ സ്ഥിരീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വന്നിരിക്കുന്നത്, ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്നാണെങ്കിലും ഈ 4 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഒരാളെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ അപകടം ഉണ്ടായത്. ശക്തമായ മഴ കഴിഞ്ഞ കുറേ ദിവസമായി ദില്ലിയിൽ പെയ്യുന്നുണ്ട്. ആ മഴയ്ക്ക് പിന്നാലെയായിരുന്നു ഈ കെട്ടിടം തകർന്നു വീണ സാഹചര്യം ഉണ്ടായത്. സർക്കാർ അറിയിക്കുന്ന പ്രകാരം ഇതിലിപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. നിർമ്മാണത്തിന്റെ പ്രത്യേകിച്ച് ഈ നിർമ്മാണ ഘട്ടത്തിൽ ആവശ്യമായ രീതിയിലുള്ള നിയമങ്ങൾ പാലിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയായിരുന്നു ഇന്നലെ ഈ അപകടം ഉണ്ടാവുകയും ഇന്നലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത്. രാത്രിയൊക്കെ മഴ പെയ്തോടെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയും ഇന്നിപ്പോൾ രാവിലെ പുനരാരംഭിക്കുകയുമാണ് ചെയ്തത്. മൊത്തം ഇപ്പോൾ 4 പേർക്ക് ഈ സംഭവത്തിൽ ജീവനഷ്ടമായെന്ന് വ്യക്തമാകുന്നു. രക്ഷാപ്രവർത്തനം, അതായത് ഉണ്ടായിരുന്ന ഇതിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ മുഴുവൻ പുറത്തെടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആരും അവശിഷ്ടങ്ങൾക്കിടയിൽ ഇല്ല എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. എങ്കിലും ഈ അവശിഷ്ടങ്ങൾ മുഴുവൻ മാറ്റി നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സ്മൃതി, അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിൽ കനത്ത മഴയ്ക്കിടെ ഭൂകമ്പമുണ്ടായിരിക്കുന്നു. നന്ദേഡ്, ഹിംഗോളി, പർഭാനി ജില്ലകളിൽ ഭൂചലനമുണ്ടായി. 3.6-നും 4.6-നും ഇടയ്ക്കാണ് തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മഴയിൽ റായ്ഗഡ് ജില്ലയിലെ LPG പ്ലാന്റിൽ വെള്ളം കയറുകയും ചെയ്തിരിക്കുകയാണ്. 3000 സിലിണ്ടറുകൾ ഒഴുകിപ്പോയി. ഒഴുകിയെത്തുന്ന സിലിണ്ടറുകളിൽ തുടരുത് എന്ന മുന്നറിയിപ്പുണ്ട്. ജമ്മു കശ്മീരിലും കനത്ത മഴയാണ്. സലാൽ ഡാമിന്റെ 5 ഷട്ടറുകൾ തുറന്നു. ഈ വിവരങ്ങളും നോബിൾ നൽകും. നോബിൾ, ഇപ്പോൾ ദില്ലിയിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന മഴക്കെടുതി ഇപ്പോൾ ജമ്മു കശ്മീരിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എന്താണ് വിവരങ്ങൾ? സ്മൃതി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരക്കെ ശക്തമായ മഴ തുടരുകയാണ്. വരുന്ന 3 ദിവസം കൂടി മഴ ഉണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ എന്താണെങ്കിലും അറിയിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്രയിലാണ് ഏറ്റവും അധികം മഴക്കെടുതികൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മുംബൈയിലൊക്കെ ഇന്നും ഇപ്പോൾ റെഡ് അലർട്ട് തുടരുകയാണ്. മുംബൈയിൽ ഇന്നലെ ഉണ്ടായ മഴയിൽ പരിതരത്തിൽ വെള്ളക്കെട്ട് പലയിടത്തും തുടരുന്ന സാഹചര്യം ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. അതിലാണ് ഇപ്പോൾ ഭൂകമ്പം അടക്കം ഉണ്ടായിരിക്കുന്നത്. നന്ദേഡ്, ഹിംഗോളി, ഒപ്പം പർബാനി എന്നീ ജില്ലകളാണ് ഭൂചലനം ഉണ്ടായത്. പുലർച്ചെ 1:40-നും ഒപ്പം 3:20-നും ഇടയിലാണ് ഭൂചലനം ഉണ്ടായത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 3.6 മുതൽ 4.6 വരെ തീവ്രത ഓരോ സ്ഥലത്തും വ്യത്യസ്ത അളവിൽ രേഖപ്പെടുത്തി എന്ന വിവരം ലഭിക്കുന്നുണ്ട്.